Hello everyone, welcome to Manifold Institute of Technical Education. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AC ഫണ്ടമെൻ്റൽസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എല്ലാം ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഇലക്ട്രിക്കൽ ടെക്നോളജി. ഇലക്ട്രിക്കൽ ടെക്നോളജിയിലെ ഒരു ടോപ്പിക്കാണ് AC ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്. AC എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക്കൽ എനർജി സോഴ്സസ് ആണുള്ളത്, AC സോഴ്സസ് ആൻഡ് DC സോഴ്സസ്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് AC ആണ്. അതുകൂടാതെ DC, അതായത് ഡയറക്റ്റ് കറണ്ട്, ബാറ്ററിയിൽ നിന്ന് പവർ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും, അങ്ങനെ രണ്ട് തരത്തിലുള്ള എനർജി സോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇലക്ട്രിക്കൽ എനർജി സോഴ്സസ്. അപ്പോൾ ഈ രണ്ട് സോഴ്സസ്, അതിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, അതുപോലെ തന്നെ AC ക്വാണ്ടിറ്റിയെ എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, AC ക്വാണ്ടിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിനകത്തേക്ക് വരാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് AC ആൻഡ് DC, വാട്ട് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ AC ആൻഡ് DC. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാർജിൻ്റെ മൂവ്മെൻറ്റ്, നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ചാർജിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ മൂവ്മെൻറ്റ് പീരിയോഡിക്കലായിട്ട് റിവേഴ്സ് ഇൻ ഡയറക്ഷൻ. ദർ വിൽ ബി പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ചാർജ് മൂവ്മെൻറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു AC സോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ AC സോഴ്സ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ സർക്യൂട്ട്. സോ ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, polarity of voltage will be like this: positive at this terminal and negative at this terminal. So current will flow from positive terminal to negative terminal. So currentന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ് ഡ്യൂറിങ് positive half cycle. During negative half cycle, the polarity of this voltage reverses. The polarity plus താഴെയും മൈനസ് മേലെയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ, current flow will be in opposite direction. This is flow of current. But in DC, the current flow or flow of electric charge is only in one direction. So DC സോഴ്സിന് നമുക്കൊരു പെർമനൻറ്റ് ഫിക്സഡ് പൊളാരിറ്റി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ആണെങ്കിൽ ഈ റെസിസ്റ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ DCയുടെ കേസിൽ പ്ലസ് ടെർമിനൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ നോട്ട് ചേഞ്ച്. So flow of electric charges is only in one direction in the case of DC, whereas in AC the electric charge periodically reverses in direction. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊളാരിറ്റി ACയുടെ കേസിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ DCയിലാണെങ്കിൽ DC സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററീസ് നിങ്ങൾ നോക്കിയാൽ കാണാം, പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിലും പെർമനൻ്റ് ആയിട്ട് അതിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ അവിടെ ഫിക്സഡ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് AC, പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് റിവേഴ്സസ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ആൾസോ റിവേഴ്സസ് ഇൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ACയും DCയും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കിനി ACയുടെ സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഹാവിങ് സൈനുസോയിഡൽ വേവ് ഫോം. സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറയുമ്പോൾ സൈൻ ഫംഗ്ഷൻ ആണ് വരുന്നത്. സോ ഇറ്റ് ഇൻക്രീസസ് ഫ്രം സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ. സോ ദാറ്റ് വാല്യൂ ഈസ് കാൾഡ് പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ ഫോർ വോൾട്ടേജ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് VM. പീക്ക് വാല്യൂ ഈസ് ആൾസോ known as maximum value. Okay, peak value or maximum value of voltage is VM. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോയിൽ നിന്ന് റൈസ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള പീക്ക് വാല്യൂ പ്ലസ് VMലേക്ക് എത്തിയ ശേഷം പിന്നീട് അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഡിക്രീസ് ചെയ്തിട്ട് വീണ്ടും സീറോയിലെത്തിയ ശേഷം പിന്നീട് അതിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് വാല്യൂയിലേക്കാണ് പോകുന്നത്. ഇറ്റ് ബിക്കം -VM. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് മാക്സിമം എത്തുന്ന വാല്യൂ ആണ്. നമുക്കത് VM ആയിട്ട് ഡിനോട്ട് ചെയ്യാം. VM വോൾട്ടേജിൻ്റെ ടേമിലാണ് പറയുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ടേമിലാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് വാല്യൂ IM, പീക്ക് വാല്യൂ ഈസ് IM ഇൻ ദ കേസ് ഓഫ് കറണ്ട്. സോ കറണ്ട് ആണെങ്കിൽ IM
വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം വാല്യൂ VM ആയിട്ടും ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ വോൾട്ടേജ് വേവ് ഫോം V can be written as Vm sin omega t and current I is equal to Im sin omega t. Okay, here Vm is the peak value of voltage, peak voltage. Omega is angular frequency. Omega is expressed in radians per second. Okay, എന്താണ് ഈ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഇത് പീരിയോഡിക്കലായി വേരി ചെയ്യുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഈ സൈക്കിൾസ് എത്ര ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഹൗ മെനി റേഡിയൻസ് ആർ വേരിയിങ് പെർ സെക്കൻഡ്, അതാണ് അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി. നമ്മൾ കൂടുതൽ ഈ ടേംസ് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ കറണ്ടിൻ്റെ കേസ് ആണെങ്കിൽ ദിസ് ഈസ് മാക്സിമം വാല്യൂ ഓഫ് maximum current and corresponding omega value is its angular frequency. So sinusoidal ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് വേരി ചെയ്യുന്നത് 0 to pi വരെയുള്ള റേഞ്ചിൽ, 0 to pi റേഞ്ചിൽ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഒമേഗ ടിയുടെ വാല്യൂ 0 to pi ആണെങ്കിൽ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, ദെൻ ഒമേഗ ടി വാല്യൂ പൈ ടു 2 pi റേഞ്ച്. ഈ റേഞ്ചിൽ വരുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചേരുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് സൈക്കിളായിട്ട് മാറുന്നത്. ഇനി നമുക്ക് AC ക്വാണ്ടിറ്റിയുടെ സൈക്കിൾ എന്താണ് ഡിഫൈൻ ചെയ്യുക. വാട്ട് ഈസ് സൈക്കിൾ? എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്, എ cycle, and it corresponds to 360 degree electrical degrees. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 360. ഇവിടെ നമുക്ക് റേഡിയനിലാണെങ്കിൽ 2 pi റേഡിയൻ ആണ് ആൻഡ് കറസ്പോണ്ട്സ് ടു 2 pi റേഡിയൻസ്. ഇപ്പോൾ 2 pi റേഡിയൻ വേരിയേഷൻ ഒമേഗ ടിയിൽ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിളായിട്ട് അത് മാറുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിളിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഹാഫ് സൈക്കിൾ വരും ആൻഡ് ദർ വിൽ ബി 2 ഹാഫ് സൈക്കിൾ, ദാറ്റ് ഈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ദെൻ നെക്സ്റ്റ് ടേം നമ്മൾ പറയുന്നത് ടൈം പീരിയഡ് ആണ്. സോ ടൈം പീരിയഡ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ വൺ സൈക്കിൾ. ടൈം റിക്വയർഡ് ഫോർ one cycle is termed as time period. Okay, time period എന്ന് പറയുന്നത് time required and is denoted as T. Okay, time period in this case is the time required for one complete cycle. So ഒരു സൈക്കിളിനകത്ത് നമ്മൾ പറഞ്ഞു 2 ഹാഫ് സൈക്കിൾസ് ആണ് വരുന്നത്. ആ 2 ഹാഫ് സൈക്കിളും കൂടെ ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് കിട്ടും. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ ആണ് T എന്ന് പറയുന്നത്. T is expressed in seconds. സെക്കൻഡ്സിലാണ് T എക്സ്പ്രസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ T is equal to 1 millisecond. Time period equal to 1 millisecond means positive half cycle having duration equal to 0.5 millisecond. Positive half cycle, and we have a negative half cycle having equal duration 0.5 millisecond. Totally there will be 1 millisecond. Total duration of one cycle is 1 millisecond. നമ്മൾ വീടുകളിലൊക്കെ വരുന്ന കറണ്ടിൻ്റെ AC-യുടെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് T is equal to 0.02 സെക്കൻഡ് ആണ്. ഓക്കെ, ഓർ 20 millisecond. 20 millisecond or 0.02 second is the time period of AC. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം വാല്യൂ is also called peak value or maximum value. So it is the maximum value attained by the sinusoidal function. So sinusoidal function V is equal to Vm sin omega t. ഇതാണ് ഫോർമുല. V എന്ന് പറയുന്നതിന് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. Vm is the peak value and omega angular frequency equal to 2 pi f, where f is the linear frequency or f is the frequency in hertz. Okay, f is equal to
1 by t. 1 by time period ആണ് frequency എന്ന് പറയുന്നത്. Frequency f equal to 1 by t. For example, t equal to 0.02 seconds, then f equal to 1 by 0.202 equal to 50 hertz. So f is expressed in hertz and equal to 1 by t. 1 by time period is the frequency. So we have peak value here at this point and is denoted as Vm. Negative peak value will be minus Vm. Okay, peak value Vm ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള പീക്ക് വാല്യൂ വരുന്നത് മൈനസ് Vm എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. AC quantities are expressed in different DC values, corresponding DC values. Okay, they are first one average value, and second quantity is R.M.S value, root mean square value, V.R.M.S or I.R.M.S, and third value is peak value. Peak value നമ്മൾ already പറഞ്ഞിരുന്നു. Peak value is denoted as Vm or Im. Current is denoted as Im. നമുക്ക് ഓരോ ക്വാണ്ടിറ്റി ആയിട്ട് നോക്കാം. ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. So average value of an AC quantity is that DC quantity which when applied to a given circuit transfers the same amount of charge as the alternating quantity does for a given duration. So I average AC quantity is that DC value which transfers same amount of charge. So this is average value. Average value is that DC value that transfers the same amount of charge as the alternating quantity does when connected to a given circuit for a given duration. So how will you find average value of an AC quantity? So here we have AC quantity, maybe voltage, then peak value is Vm and minus Vm here. We find the total charge transferred by this AC quantity to a given circuit. We will find the area under this voltage waveform from 0 to 2 pi. So the area under voltage waveform by duration, that is 2 pi. Okay, this is average value. So if we take area under voltage waveform in the duration 0 to 2 pi, we'll get a positive area here and a negative value here. So these two areas will be equal but having opposite side. So the total area will be 0 by 2 pi equal to average value becomes 0. That means average value of an AC quantity over a period, over a cycle is 0. Okay, sinusoidal AC quantity average value നമ്മൾ find out ചെയ്യാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന അതേ ഏരിയ തന്നെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നത്. പക്ഷേ അത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ ഓഫ് AC ക്വാണ്ടിറ്റി ഓവർ 1 സൈക്കിൾ വിൽ ബി 0. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് സൈക്കിൾ ഇടും. ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ 0 to pi ഡ്യൂറേഷനിലാണ് വരുന്നത് ഒമേഗ ടിയുടെ വാല്യൂ. സോ ഇൻ ദിസ് case there will be an average value. Peak value is Vm, voltage ആണ് വരുന്നത്. So if we find average value over a half cycle, we'll get a area like this area. So in this case average value equal to area under voltage curve divided by pi. So how will you find area? Mathematically area കാണാൻ integral 0 to pi Vm sin omega t ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. divided by pi and Vm by pi is taken out and sin omega t യുടെ integral എന്ന് പറയുമ്പോൾ minus cos omega t, limit of integration 0 to pi. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Vm by pi into minus cos pi plus cos 0
cos pi യുടെ വാല്യൂ cos pi equal to -1, cos 0 equal to 1. Substituting we'll get 2 Vm by pi. 2 Vm by pi is the average value of sinusoidal AC quantity. So V average equal to 2 Vm by pi, and average value of current is 2 Im by pi. So ഓർത്തിരിക്കുക 2 Vm by pi അല്ലെങ്കിൽ 2 Im by pi ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിനുസോയിഡൽ ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RMS വാല്യൂ ആണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. RMS സ്റ്റാൻഡ്സ് ഫോർ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. So VRMS is that DC value which gives the same heating effect as the AC quantity does when applied to a resistor for a given duration. ഇവിടെ നമുക്ക് ഈ AC quantity നമ്മൾ ഒരു റെസിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. So the heat പ്രൊഡ്യൂസ് ചെയ്യും, heat will be produced. അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC quantity, the amount of heat പ്രൊഡ്യൂസ് ചെയ്യുന്ന DC quantity, this is DC quantity and this is AC quantity. Same resistor ആണ് യൂസ് ചെയ്യുന്നത്, and this AC source is DC source is connected for the given duration. രണ്ടിലും ഡ്യൂറേഷൻ സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഈ AC ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ക്വാണ്ടിറ്റിയാണ് AC ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിനുസോയിഡൽ ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. RMS വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ആണ് കാണുന്നതെങ്കിൽ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് V square d omega t divided by 2 pi. You can also calculate by integrating the AC quantity over 0 to pi and V square d omega t by 2 pi. In both cases, we will get the same value, and that value equal to, okay, calculate 0 to pi, V square is Vm squared sin squared omega t d omega t by 2 pi. ഇവിടെ നമുക്ക് Vm പുറത്തേക്ക് എടുക്കാം, Vm by root 2 pi. സൈൻ സ്ക്വയർഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം 1 പ്ലസ് 1 മൈനസ് 1 മൈനസ് ഓക്കെ 1 മൈനസ് cos 2 omega t divided by 2 integral of this quantity 0 to pi. ഇവിടെ നമ്മൾ പൈ ആണ് എടുക്കേണ്ടത്, പൈ ഡി ഒമേഗ ടി. സോ ദിസ് ഈസ് വിത്തിൻ ദ റൂട്ട്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Vm ബൈ റൂട്ട് 2 എന്നുള്ള വാല്യൂ ആണ്. സോ RMS വാല്യൂ ഓഫ് കറണ്ട് വിൽ ബി ഈക്വൽ ടു Im ബൈ റൂട്ട് 2 and RMS value of voltage VRMS equal to Vm by root 2. RMS value is also termed as effective value. Effective value. So effective value, sinusoidal AC യുടെ കേസിൽ effective value വരുന്നത് Vm by root 2, കറണ്ടിൻ്റെ വാല്യൂ വരുന്നത് Im by root 2 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീക്ക് ഫാക്ടർ ആണ്. പീക്ക് ഫാക്ടർ ഫോർ AC quantity is defined as ratio of maximum value to RMS value. For sinusoidal quantity, Kp equal to maximum value Vm divided by RMS value is Vm by root 2. So answer കിട്ടുന്നത് നമുക്ക് root 2 എന്നാണ്. Kp equal to 1.414 sinusoidal AC. Form factor Kf is defined as form factor equal to RMS value, ratio of RMS value
to average value. Form factor is ratio of RMS value to average value. For sinusoidal quantity, sinusoidal AC, KF equal to RMS value എത്രയാണ് വരുന്നത്? VM by root 2 divided by average value is 2 VM by pi. Average value is 2 VM by pi. We'll get the pi by 2 root 2. KF is pi by 2 root 2. So then the value നമുക്ക് കിട്ടുന്നത് KF equal to 1.11. For sinusoidal AC, form factor KF equal to 1.11 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈം പീരിയഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് 0.2 സെക്കൻഡ്. ഇറ്റ്സ് ഫ്രീക്വൻസി വിൽ ബി. ഫ്രീക്വൻസി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F is equal to 1 by T. So time period T is equal to 0.02 seconds. Therefore, F equal to 1 by 0.02 equal to 50 Hertz. 50 Hertz. Hertz ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ വീടുകളിലുള്ള AC-യുടെ ഫ്രീക്വൻസി 50 Hertz ആണ്. ടൈം പീരീഡ് 0.02 സെക്കൻഡ്സ് ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 50 Hertz. Next question, the frequency of EMF generated by a generator depends upon its speed, B, number of poles, nature of supply, both A and B. The frequency F of the supply, AC supply generated by generator is P into N by 120. This is the formula. F is equal to P. P is number of poles, N is RPM, rotation speed in RPM, rotations per minute. And armature rotations per minute ആണ്. അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണ് N ആയിട്ട് വരുന്നത്. സോ F is equal to P into N by 120 വരുന്നതുകൊണ്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് EMF ജനറേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് A and B, speed and number of poles. So correct option is option D. Next question, an alternating current is represented as I is equal to 70.7 sin 520t plus pi by 6. The frequency and RMS value of the current are. So current in the instantaneous current in the expression ആണ് 70.7 sin 520t plus pi by 6. നമുക്ക് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്തായിരുന്നു? I is equal to Im sin omega t plus pi by 6. ഓക്കെ, ഒമേഗയുടെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ ഈക്വൽ ടു 520 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ദിസ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. നമുക്കതിൻ്റെ ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. ഫ്രീക്വൻസി F is equal to ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഒമേഗ ബൈ 2π എന്നുള്ള വാല്യൂ ആണ്. സോ നമുക്കതിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 520 divided by 2π and that is equal to 82.76 Hertz. So frequency equal to 82.76 Hertz. അടുത്തത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് RMS വാല്യൂ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് IMൻ്റെ വാല്യൂ മാക്സിമം കറണ്ട് ഈക്വൽ ടു 70.7 ആംപിയർ ആണ്. Therefore IRMS value equal to Im by root 2. Im by root 2 ആണ്. 70.7 divided by root 2 equal to 50 ആംപിയർ ആണ് RMS വാല്യൂ വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ is option A. Next question, the ratio of effective value to average value is called dash factor. So ഇവിടെ effective value, ratio of effective value to average value ആണ്. അപ്പോൾ effective value എന്ന് പറയുന്നത് RMS
വാല്യൂ ആണ്. So ratio of RMS value to average value is called form factor. The form factor KF is RMS value divided by average value. Okay, so correct option എന്ന് പറയുന്നത് form factor ആണ്, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the form factor for DC supply voltage is always DC സപ്ലൈയുടെ ഫോം ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ KF ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. DC ക്വാണ്ടിറ്റി ആണെങ്കിൽ DC വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് വരുന്നത്. കറണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ DC കറണ്ട് ആണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇൻ ദാറ്റ് കേസ് RMS വാല്യൂ ഈക്വൽ ടു average value and that is equal to the magnitude of current. So RMS value equal to average value equal to I. So what is KF? KF equal to I divided by I. Both quantities are same, therefore KF equal to unity. Correct option is unity. Option B ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.